നമ്മൾ റൂട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമുക്കറിയാലോ റൂട്ട് 3 തരത്തിലാണ് നമ്മൾ പഠിച്ചത്. ടാപ്പ് റൂട്ട് സിസ്റ്റവും പഠിച്ചു, അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റവും പഠിച്ചു, ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും പഠിച്ചു. അതിനകത്ത് ഈ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം മാത്രം പ്രോപ്പർ ആങ്കറേജിനും അബ്സോർപ്ഷനും വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നതാണ്. പക്ഷേ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റവും ടാപ്പ് റൂട്ട് സിസ്റ്റവും മോഡിഫൈ ചെയ്ത് വേറെ പല ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻ ആദ്യം നോക്കാം. Tap root system, it has been modified to do different functions, that is for storage, for the respiration, for the nitrogen fixation. Nitrogen fixation വേണ്ടിയിട്ടാണ് nodulated root കാണുന്നത്. So here nitrogen fixation. ഈ 3 ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് ടാപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ഡിഫറെന്റ് പ്ലാന്റ്സിൽ കാണുന്നത് നമുക്ക് നോക്കാം. ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് എന്താ? റാഡിക്കലി റൈസ് ചെയ്യുന്ന പ്രൈമറി റൂട്ടും അതിന്റെ ബ്രാഞ്ചസും കൂടിയിട്ടാണ് ടാപ്പ് റൂട്ട് അല്ലേ. അപ്പോൾ സ്റ്റോറേജ്, ടാപ്പ് റൂട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത് റാഡിഷ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മിറാബിലിസ് എന്നീ തരത്തിലുള്ള പ്ലാന്റ്സിലൊക്കെയാണ് നമ്മൾ ഈ ടാപ്പ് റൂട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്ന പല ഷേപ്പിലാണ്. ആ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഫ്യൂസിഫോം റൂട്ട്, കോണിക്കൽ റൂട്ട്, നേപ്പിഫോം റൂട്ട്, ട്യൂബറസ് റൂട്ട് ഇങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനകത്ത് ഫ്യൂസിഫോം റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും ഇങ്ങനെ കൂർത്തിരിക്കുന്ന രീതിയിലായിരിക്കും. അത് സാധാരണ റാഡിഷിൽ കാണുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2-3 പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എഴുതിയിട്ടുണ്ട്. എങ്ങാനും ഇതേക്കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സയന്റിഫിക് നെയിം എഴുതിയത്. വേണ്ടവർ നോട്ട് ചെയ്തോ, വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സോ ഹിയർ ഫ്യൂസിഫോം റൂട്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ടറ്റവും കൂർത്തിരിക്കുന്ന തരത്തിലുള്ള സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള റൂട്ടിനെയാണ് ഫ്യൂസിഫോം റൂട്ട് എന്ന് പറയുന്നത്. സാധാരണ അത് റാഡിഷിലാണ് കാണുന്നത്. റാഡിഷിന്റെ സയന്റിഫിക് നെയിമാണ് റഫാനസ് റഫാനിസ്ട്രം എന്ന് പറയുന്നത് റാഡിഷിന്റെ സയന്റിഫിക് നെയിമാണ് കേട്ടോ. റാഡിഷിന്റെ സയന്റിഫിക് നെയിമാണ് റഫാനസ് റഫാനിസ്ട്രം കേട്ടോ. അതേപോലെ തന്നെ ക്യാരറ്റ്, അതിനകത്ത് കോണിക്കൽ റൂട്ടാണ് കാണുക. കോണിക്കൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരറ്റം ബ്രോഡായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഒരറ്റം കോണിക്കൽ ഷേപ്പ് ആയിരിക്കും അതിന്. അത് ക്യാരറ്റിലാണ് കാണുന്നത്. ക്യാരറ്റിന്റെ സയന്റിഫിക് നെയിമാണ് ഡോക്കസ് കെറോട്ട എന്ന് പറയുന്നത്. ഡോക്കസ് കെറോട്ട ദാറ്റ് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ക്യാരറ്റ്. ഇതിനകത്ത് രണ്ടിനകത്തും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാർച്ച് ഫോമിലായിരിക്കും. ഫുഡ് സ്റ്റോറേജ് സ്റ്റാർച്ച് ഫോമിലായിരിക്കും. അപ്പൊ ഫ്യൂസിഫോം റൂട്ട്, കോണിക്കൽ റൂട്ട്. ഫ്യൂസിഫോം it is seen in radish, conical it is seen in carrot. The next one is napiform. Napiform root സാധാരണയായിട്ട് ബീറ്റ്റൂട്ടിലാണ് കാണുന്നത്. ബീറ്റ്റൂട്ടില് അതേപോലെ തന്നെ ടെർണിപ്പിലൊക്കെ നേപ്പിഫോം റൂട്ട് ആണ് കേട്ടോ. അപ്പോൾ ഈ ബീറ്റ്റൂട്ടിന്റെ സയന്റിഫിക് നെയിമാണ് ബീറ്റ വൾഗാരിസ് എന്ന് പറയുന്നത്. അത് നേപ്പിഫോം റൂട്ട് ആണ്. അതിന്റെ ഷേപ്പ് വന്നിട്ട് ഇതേപോലെ ഒരു ഗ്ലോബ് പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. അടിയിലേക്ക് ഇങ്ങനെ കുറച്ച് കൂർത്ത് ഇങ്ങനെ വാല് പോലെ ഇരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ സാധാരണ ബീറ്റ്റൂട്ട് കാണാറുള്ളതല്ലേ. ആ ബീറ്റ്റൂട്ടിന്റെ ഉള്ളിലൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഷുഗർ ഫോമിലാണ് കേട്ടോ. സോ നേപ്പിഫോം റൂട്ട് ഇറ്റ് ഈസ് സീൻ ഇൻ ബീറ്റ്റൂട്ട് ആൻഡ് its scientific name is Beta vulgaris. There the food storage is in the form of ഷുഗർ ഫോമിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് വൺ ഈസ് ട്യൂബറസ് റൂട്ട്. ട്യൂബറസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പ് ഒന്നും ഇല്ലാതെ ഇതിലേക്ക് സ്വള്ളനായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ട്യൂബറസ് ടൈപ്പ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം, ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്ത് ട്യൂബറസ് ആയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്ന മിറാബിലിസിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മിറാബിലിസിൽ നമുക്ക് ഈ തരത്തിലുള്ള സ്വള്ളനായിട്ടുള്ള, ഇപ്പൊ നമ്മൾ മധുരക്കിഴങ്ങൊക്കെ കാണില്ലേ, മധുരക്കിഴങ്ങ് പല ഷേപ്പിൽ ഉണ്ടാവില്ലേ, അതേപോലെ സ്വീറ്റ് പൊട്ടറ്റോ അത് പല ഷേപ്പിൽ കാണില്ലേ, അതേപോലെ തന്നെയാണ് മിറാബിലിസിന്റെ കിഴങ്ങും കേട്ടോ. അതും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. സ്റ്റാർച്ച് ആണ് അതിന്റെ ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ ട്യൂബറസ് റൂട്ട് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ മിറാബിലിസ്. ഓക്കെ, അപ്പൊ ടാപ്പ് റൂട്ട് സിസ്റ്റം സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്ന ഡിഫറെന്റ് ഷേപ്സ് അനുസരിച്ച് ഫ്യൂസിഫോം, കോണിക്കൽ, നേപ്പിഫോം, ട്യൂബറസ് എന്ന് ഡിവൈഡ് ചെയ്യാം. ഫ്യൂസിഫോമിൽ രണ്ടറ്റവും കൂർത്തായിരിക്കും ഇരിക്കുന്നത്, കോണിക്കലിൽ ഒരറ്റം കൂർത്തായിരിക്കും ഇരിക്കുന്നത്, നേപ്പിഫോമിൽ നമുക്കൊരു ഗ്ലോബുലാർ ഷേപ്പും അറ്റം ഇങ്ങനെ വാലുപോലെ നീണ്ടിരിക്കുന്നതാണ്. ട്യൂബറസ് ഷേപ്പ്ലെസ് ആയിട്ടായിരിക്കും കാണുക. ഫ്യൂസിഫോമിന് എക്സാമ്പിൾ ആണ് റാഡിഷ്, കോണിക്കലിന് എക്സാമ്പിൾ ആണ് ക്യാരറ്റ്, നേപ്പിഫോമിന് എക്സാമ്പിൾ ആണ് ബീറ്റ്റൂട്ട്, അതേപോലെ തന്നെ ട്യൂബറസിന് എക്സാമ്പിൾ ആണ് മിറാബിലിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് സ്റ്റോറേജ് ഫോർ ദ ടാപ്പ് റൂട്ട് ഹാസ് ബീൻ മോഡിഫൈഡ്. അവിടെ റാഡിഷും ക്യാരറ്റും സ്റ്റാർച്ച് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ബീറ്റ്റൂട്ട് ഷുഗർ ആണ് സ്റ്റോർ ചെയ്യുന്നത്.
മിറാബിലിസും സ്റ്റാർച്ച് ആണ് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ റെസ്പിറേഷൻ പർപ്പസ് ടാപ്പ് റൂട്ട് ഹാസ് ബീൻ മോഡിഫൈഡ്. റെസ്പിറേഷൻ പർപ്പസിന് ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നതിന് നമ്മൾ ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് പറയാ. ആ റൂട്ടിന് പറയുന്ന ന്യൂമാറ്റോഫോഴ്സ് എന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിലത്ത് നിന്ന് ഇങ്ങനെ പൊന്തി 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 ഇങ്ങനെ ഇങ്ങനെ മുള്ളു പോലെ റൂട്ട് ഉണ്ടായിരിക്കുന്നത്. ആ ഡയഗ്രാം ഫിഗർ 5.5b കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഇതാണ് ന്യൂമാറ്റോഫോഴ്സിന്റെ ഡയഗ്രാം ആണ് കേട്ടോ. അതേപോലെ തന്നെ ക്യാരറ്റിന്റെയും ടെർണിപ്പിന്റെയും ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെർണിപ്പ് എന്ന് പറയുന്നത് ഈ ബീറ്റ്റൂട്ട് പോലെ തന്നെ ഇരിക്കുന്നതാണ്. അത് നേപ്പിഫോം റൂട്ടാണ് കേട്ടോ. അപ്പൊ ഈ ന്യൂമാറ്റോഫോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഈ മാർഷി ഏരിയയിൽ വളരുന്ന പ്ലാന്റ്സിൽ കാണുന്നതാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ചെളിക്കുണ്ടിൽ വളരുന്ന ഹാലോഫൈൽസ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ, ഹാലോഫൈറ്റ്സ് ആയിട്ടുള്ള പ്ലാന്റ്, അതിനകത്തൊക്കെ കാണുന്നതാണ്. അത് സാധാരണ റൈസോഫോറ തലത്തിലുള്ള റൈസോഫോറ, ആവിസെന്ന എന്നൊക്കെ പറയുന്ന പ്ലാന്റ്, അതിലൊക്കെയാണ് നമ്മൾ ഈ സാധാരണ ന്യൂമാറ്റോഫോഴ്സ് കാണുക. ന്യൂമാറ്റോഫോഴ്സ് നെഗറ്റീവ്ലി ജിയോട്രോപിക് റൂട്ടാണ്. നെഗറ്റീവ്ലി ജിയോട്രോപിക് ആണിത്. കാരണം ഇത് ഗ്രാവിറ്റിക്ക് എതിരെ വളരുന്നതാണ്. ഈ ന്യൂമാറ്റോഫോഴ്സ് ഇങ്ങനെയാണ് ഭൂമിയുടെ മേലേക്ക് ഇങ്ങനെയാണ് വളരുക. ഇതിന്റെ അത് ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട്. ഈ പോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂമാത്തോഡ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂമാത്തോഡ്. ന്യൂമാറ്റോഫോഴ്സിൽ കാണുന്ന ചെറിയ ചെറിയ പോറ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അതിൽ കൂടിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ന്യൂമാറ്റോഫോഴ്സ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർഷി ഏരിയയിൽ വാട്ടർ ലോഗിങ് ഉണ്ടാവും. വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫീൽഡിന്റെ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ വാട്ടർ അതിനകത്ത് ഉൾക്കൊള്ളുമ്പോൾ ഫീൽഡിൽ ഒരിക്കലും ഓക്സിജൻ ഡിസോൾവ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ എന്തായി, ആ ഒരു ഫീൽഡ് ഓക്സിജൻ ഡിപ്രൈവ് ആയിരിക്കും. അതായത് ഓക്സിജൻ ഉണ്ടാവില്ല അവിടെ. അപ്പൊ അവർക്ക് ഓക്സിജൻ കിട്ടണമെങ്കിൽ എന്താണ്, മാർഷി ഏരിയ പൊങ്ങി വളരണം, എന്നാൽ മാത്രമേ അവർക്ക് ഓക്സിജൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് അതേപോലത്തെ ഉള്ള റൂട്ട്. ഈ റൂട്ട് ഉണ്ടെങ്കിലേ അത് മുളച്ചു വരിക പോലും ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഈ തരത്തിലുള്ള പ്ലാന്റ് റൈസോഫോറ, ആവിസെന്നയൊക്കെ വിവിപാരി കാണിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. വിവിപാരി എന്ന് പറയുന്നത് എന്താണ്, ചൈൽഡ് ബർത്ത് കൊടുക്കുന്നതാണ്. ഈ പ്ലാന്റ്സിൽ എന്ത് ചൈൽഡ് ബർത്ത് ആണ് എന്ന് ചോദിച്ചാല് ഈ തരത്തിലുള്ള പ്ലാന്റ്സില് ആ ഫ്രൂട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സീഡ് തന്നെയാണ് മുളച്ച് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത് അവർക്ക് കേട്ടോ. ആ ഫ്രൂട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സീഡ് ഉണ്ടല്ലോ, അത് താഴത്തേക്ക് വീഴുന്നതിന് മുമ്പ് റാഡിക്കിള് ജെർമിനേറ്റ് ചെയ്യും. റാഡിക്കിള് ജെർമിനേറ്റ് ചെയ്ത് ഈ പറയുന്ന കണ്ടോ, റാഡിക്കിള് ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ടാപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ് റെസ്പിറേഷൻ. ആ റാഡിക്കിള് ജെർമിനേറ്റ് ചെയ്ത് ന്യൂമാറ്റോഫോഴ്സ് ആയിട്ട് മാറും. ഈ ന്യൂമാറ്റോഫോഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ആ ചെളിക്കുണ്ടിലേക്ക് വീണു പോയാലും ഈ ന്യൂമാറ്റോഫോർ നെഗറ്റീവ്ലി ജിയോട്രോപിക് ആയതുകൊണ്ട് അത് നേരെ മുകളിലേക്ക് പൊന്തി നിൽക്കും. അപ്പൊ എന്തായി, അവിടെ ന്യൂമാത്തോഡ് ഉണ്ട്. പിന്നെ ആ ന്യൂമാത്തോഡ് വഴി ഓക്സിജനും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ സീഡ് എന്ത് കംപ്ലീറ്റ് ജെർമിനേറ്റ് ചെയ്യുക, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒബ്ലിഗേറ്റ്ലി കാണുന്നതാണ്. അതായത് സ്ട്രിക്റ്റ് ആയിട്ട് അതിനകത്ത് ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് അതിന് മുളച്ചു വരാൻ കൂടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിവിപാരി എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാന്റിനെ ഡെലിവറി ചെയ്യുന്ന പോലെയാ, സീഡല്ല ഒരു പ്ലാന്റിനെ തന്നെ ഡെലിവറി ചെയ്യുന്ന പോലെ. ആ സീഡ് താഴത്തേക്ക് വീഴുമ്പോൾ അതിന്റെ റൂട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് അതിനെ വിവിപാരി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ് ഓർത്തിരുന്നുള്ള. റെസ്പിറേഷന് വേണ്ടിയിട്ട് ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്തേക്കുന്നതിന് ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് പറയാം. ഈ ന്യൂമാറ്റോഫോഴ്സ് മാർഷി ഏരിയാസിൽ കാണുന്ന പ്ലാന്റ്സിലാണ് ഡവ, എക്സാമ്പിൾ റൈസോഫോറ, ആവിസെന്ന, ഇതിനകത്തൊക്കെ. അതിനകത്ത് ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്ന നെഗറ്റീവ്ലി ജിയോട്രോപിക് ആയിട്ട് ഭൂമിയുടെ മേലേക്ക് വളരുന്ന വേരിനെയാണ്. ഈ ന്യൂമാറ്റോഫോഴ്സിലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ന്യൂമാത്തോഡ് വഴിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ തരത്തിലുള്ള പ്ലാന്റ്സിൽ വിവിപാരി കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ സീഡ് അങ്ങനെ തന്നെ ചെളിക്കുണ്ടിലേക്ക് വീണാൽ ആ സീഡിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള ഓക്സിജനും വാട്ടറും കിട്ടില്ല. കാരണം മാർഷി ഏരിയ എന്ന് പറയുന്നത് തന്നെ വാട്ടർ ലോഗിങ് ഉള്ള ഏരിയ ആണ്. അതായത് ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ചെയ്യാൻ സ്ഥലമില്ലാത്ത പോലെ, അല്ലെങ്കിൽ ആ സോയിലിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യാൻ സ്ഥലമില്ലാത്ത പോലെ അത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ആയിരിക്കും. അതായത് ഫീൽഡ് കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ വാട്ടർ അതിനകത്ത് ഉണ്ടാകുമ്പോൾ പിന്നെ ഓക്സിജൻ അതിനുള്ള പ്ലേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് ഓക്സിജൻ അവിടെ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഓക്സിജൻ റിസീവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന പ്ലാന്റ്സിന്റെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് റാഡിക്കിളിൽ നിന്ന് ന്യൂമാറ്റോഫോഴ്സ് ഉണ്ടായതിനു ശേഷം താഴെ വീഴുള്ളൂ. അപ്പൊ ഈ സീഡ് താഴത്തേക്ക് പോയാൽ ആ ന്യൂമാറ്റോഫോഴ്സ് പൊങ്ങി നിൽക്കുന്നുണ്ടാവും. ഈ ന്യൂമാറ്റോഫോഴ്സിന്റെ ന്യൂമാത്തോഡ് വഴി ഓക്സിജനും വാട്ടറും റിസീവ് ചെയ്തിട്ടാണ് ആ സീഡിന്റെ കംപ്ലീറ്റ് ജെർമിനേഷൻ നടന്ന് അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഓർത്തിരുന്നോളണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ
This is the taproot modification for the respiration purpose. Next one is nodulated root. Nodulated root nitrogen fixation വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. Tuberculated root അത് സാധാരണ കാണുന്ന ലെഗ്യുമിനേഷ്യ ഫാമിലിയിലാണ്. ലെഗ്യുമിനേഷ്യ ഫാമിലിയിൽ അല്ലെങ്കിൽ പീ പ്ലാന്റിന്റെ റൂട്ടിന്റെ കോർട്ടക്സ് റീജിയനിൽ അവിടെ ഒരു നൊഡ്യൂൾ പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് ആണ്. ടാപ്പ് റൂട്ടിന്റെ കോർട്ടക്സ് റീജിയനിലാണ് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നത്. അത് സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് റൈസോബിയം ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. റൈസോബിയം ബാക്ടീരിയ സിംബയോട്ടിക് അസോസിയേഷനിൽ റൂട്ടിന്റെ നൊഡ്യൂളിൽ വളരുമ്പോൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അത് ഫിക്സ് ചെയ്ത് നൈട്രേറ്റ് ആക്കി അമോണിയ ആക്കി മാറ്റുകയും ഈ അമോണിയനെ പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത് നോഡുലേറ്റഡ് റൂട്ട് അല്ലെങ്കിൽ ട്യൂബർകുലേറ്റഡ് റൂട്ട് ഫോമിലാണ് കേട്ടോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് റൂട്ടിന്റെ മോഡിഫിക്കേഷന് ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ദാറ്റ് ക്യാരറ്റ് ആൻഡ് ടർണിപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓർത്തിരുന്നുള്ള അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റോർഡ് ഫുഡിൽ. അപ്പൊ ഈ സ്വീറ്റ് പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും വെദർ ഇറ്റ് ഈസ് എ ഹോമോലോഗസ് സ്ട്രക്ചർ ഓർ അനലോഗസ് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അതിന്റെ ഒറിജിൻ ഒന്നിന്റെ റാഡിക്കിൾ ആണ്. ഒന്ന് റാഡിക്കിൾ ആണോ? അല്ല, ബേസ് ഓഫ് ദ സ്റ്റെം ആണ്. അതായത് ക്യാരറ്റ് റാഡിക്കിളിൽ നിന്ന് ടാപ്പ് റൂട്ടാ. അഡ്വന്റേഷ്യസ് റൂട്ട് എന്ന് പറയുന്ന ഈ സ്വീറ്റ് പൊട്ടറ്റോ അത് ബേസ് ഓഫ് ദ സ്റ്റെം ആണ്. സ്റ്റെമ്മിന്റെ സ്റ്റെം അല്ല, ബേസ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വന്റേഷ്യസ് റൂട്ടാണ്. അപ്പൊ രണ്ടിന്റെ ഒറിജിൻ വ്യത്യാസമല്ലേ? അപ്പൊ അതെന്തായി? അനലോഗസ് സ്ട്രക്ചർ ആയി കേട്ടോ. ഇതിനി കുറച്ചും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മളിപ്പോ 11th സ്റ്റാൻഡേർഡിലെ പോർഷൻ പഠിക്കുന്നതുകൊണ്ടാണ്. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ എവല്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഹോമോലോഗസ് അനലോഗസ് സ്ട്രക്ചർ ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് അനലോഗസ് ഹോമോലോഗസ് സ്ട്രക്ചർ എന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സിൽ ഉണ്ട്, കുറച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് സ്ട്രക്ചറും ഒറിജിനും ഒന്നായിട്ടുള്ളതിന് നമ്മൾ ഹോമോലോഗസ് സ്ട്രക്ചറും ഒറിജിനും ഡിഫറൻറ്റും അതുപോലെ ഫംഗ്ഷൻ ഒന്നായിട്ടുള്ളതിന് അനലോഗസ് സ്ട്രക്ചർ എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് എന്തായാലും ഈ കംപ്ലീറ്റ് പോർഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. ഹിയർ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് ഓർ ടെർണിപ്പ് ദാറ്റ് ഈസ് ദ അനലോഗസ് സ്ട്രക്ചർ എന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻ ഫോർ ഡൂയിങ് other function than the support and the anchorage and the absorption of water and minerals. ഇനി നമുക്ക് പഠിക്കേണ്ടത് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ വന്നിട്ട് സ്റ്റോറേജിനും സപ്പോർട്ടിനും സ്പെഷ്യൽ ഫങ്ഷൻസ്, സ്റ്റോറേജും സപ്പോർട്ടും അല്ലാത്ത വേറെ കുറെ ഫങ്ഷൻസും ചെയ്യാൻ വേണ്ടി അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ പലതരത്തിൽ സ്റ്റോറേജിനും സപ്പോർട്ടിനും പല അതർ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഫാസിക്കുലേറ്റഡ് റൂട്ട് ഉണ്ട്, ട്യൂബറസ് റൂട്ട് ഉണ്ട്, ബീഡഡ് അല്ലെങ്കിൽ മൊണിലിഫോം റൂട്ട് ഉണ്ട്, നോഡുലോസ് റൂട്ട് ഉണ്ട് കേട്ടോ. സീ ഹിയർ ഫാസിക്കുലേറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കാണുന്ന റൂട്ടാണ് കേട്ടോ. ഇതിന്റെ സ്ട്രക്ചർ ഉണ്ട്, ഇതേപോലെയാണ് ഫാസിക്കുലേറ്റഡ് റൂട്ട് കാണുക. ഈ ഫാസിക്കുലേറ്റഡ് റൂട്ട് അസ്പരാഗസിലും അതേപോലെ തന്നെ ഡാലിയയിലും ഒക്കെ കാണുന്നതാണ്. അസ്പരാഗസിലും ഡാലിയയിലും ഒക്കെ കാണുന്ന ഫാസിക്കുലേറ്റഡ് റൂട്ട് ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അസ്പരാഗസിന്റെ ഡയഗ്രാം കൊടുത്തേക്കുന്നത് കൊണ്ട് ഫാസിക്കുലേറ്റഡ് റൂട്ട് ഓർത്തിരുന്നോളണം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റിനും വരാം. അപ്പൊ അത് ഓർത്തിരുന്നോളാം കേട്ടോ. അസ്പരാഗസും ഡാലിയയിലും ഒക്കെ റൂട്ടിന്റെ സ്ട്രക്ചർ ഇതേപോലെയാ. ഇത് അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷനാണ്. ടാപ്പ് റൂട്ട് അല്ല, ബേസ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാക്കുന്ന റൂട്ടാണിത്. അഡ്വന്റേഷ്യസ് റൂട്ടാണ്, ഫുഡ് സ്റ്റോറേജ് ആണ് അതിന്റെ ഫംഗ്ഷൻ. അസ്പരാഗസിന്റെ റൂട്ട് നമ്മൾ ശതാവരി കിഴങ്ങ് നമ്മൾ അച്ചാറിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ന്യൂട്രീഷ്യസ് ആണ്, അതിനകത്ത് ഫുഡ് സ്റ്റോറേജ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ട്യൂബറസ് റൂട്ട്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ട്യൂബറസ് റൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്. കോണിക്കൽ റൂട്ടും അതുപോലെ തന്നെ ഫ്യൂസിഫോം റൂട്ടും, അതായത് റാഡിഷ് അതുപോലെ ക്യാരറ്റ്, ഇത് രണ്ടും ടാപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്. അതും ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ട്യൂബറസ് റൂട്ടാണ് കേട്ടോ. ട്യൂബറസ് റൂട്ടാണ്. ഈ ട്യൂബറസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഷേപ്പ്ലെസ് ആയിട്ടുള്ള റൂട്ട്. നമ്മളിപ്പോ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങുമ്പോൾ ഇന്ന ഷേപ്പിലുള്ളത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരാം അല്ലെ സ്വീറ്റ് പൊട്ടറ്റോ. So that is tuberous root for the food storage, sweet potato. The next one is beaded അല്ലെങ്കിൽ മൊണിലിഫോം റൂട്ട്. നമ്മൾ ഈ പാവയ്ക്കയുടെയൊക്കെ വേര് ഇങ്ങനെ പറിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മുത്ത് പോലെ ചില കഷ്ണം പോലെ കാണാറുണ്ട്. അതിനകത്തും ഫുഡ് സ്റ്റോറേജ് തന്നെയാട്ടോ. അതിനെയാണ് നമ്മൾ മൊണിലിഫോം അല്ലെങ്കിൽ ബീഡഡ് റൂട്ട് എന്ന് പറയുന്നത്. മൊമോഡിക്ക എന്ന് പറയുന്ന ബിറ്റർ ഗോഡിന്റെ ഇതാണ്. അപ്പോൾ ഈ മൊമോഡിക്കയിലാണ് ഈ പറയുന്ന ബീഡഡ് അല്ലെങ്കിൽ മൊണിലിഫോം ഷേപ്പില് റൂട്ടില് സ്റ്റോറേജ് വരുന്നത്.
ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ബീഡഡ് മൊണിലിഫോം, അത് ടേംസ് ഓർത്തിരുന്നോളണം. ബീഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഏകദേശം മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ കാണുമ്പോ ബിറ്റർ ഗാർഡിന്റെ ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറിച്ചു നോക്കിക്കോ. പറിച്ചു നോക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചൊന്നും പറിക്കാൻ പോണ്ട, അങ്ങനെയല്ല. അത് പറിച്ചിട്ടേക്കുന്ന കാണൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമുക്കതൊന്ന് ഒബ്സർവ് ചെയ്യാവുന്നേ ഉള്ളൂ. Then next one is nodulose root. Nodulose root എന്ന് പറഞ്ഞാൽ ഇതേപോലെ കാണുന്ന റൂട്ടിനെയാണ് നോഡുലോസ് റൂട്ട്. നോഡുലേറ്റഡ് അല്ല, നോഡുലോസ്. നോഡുലേറ്റഡ് ടാപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്. അത് വരുന്നത് ലെഗ്യുമിനേഷ്യ ഫാമിലിയിൽ റൂട്ട് നൊഡ്യൂൾസ് ഫോം ചെയ്തതിനെ നോഡുലേറ്റഡ് എന്ന് പറഞ്ഞാൽ. ഇതല്ല, നോഡുലോസ് റൂട്ടാണ്. അതായത് ഒരു റൂട്ട് കാണാം, ആ റൂട്ടിന്റെ അറ്റത്തായിട്ട് ഒരു മണി പോലത്തെ ഒരു സ്ട്രക്ചർ കാണാം. ഈ മാങ്ങായിഞ്ചി എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലേ, മാംഗോ ജിഞ്ചർ, അതൊക്കെ അതിന്റെയൊക്കെ വേര് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ട്രക്ചർ ആണ്. ഇതിന്റെ ഉള്ളിൽ ഫുഡ് സ്റ്റോറേജ് ആണ് കേട്ടോ. മാങ്ങായിഞ്ചി അല്ല അത്. മാങ്ങായിഞ്ചിയിൽ അതിന്റെ ആ സ്റ്റെമ്മ്, മാങ്ങായിഞ്ചി എന്ന് പറയുന്ന സ്റ്റെമ്മാ, നമ്മൾ കഴിക്കുന്ന മാങ്ങായിഞ്ചി, അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അതിന്റെ ആ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റൂട്ടിന് ഈ ഒരു സ്ട്രക്ചർ കാണും. ഇതിനെയാണ് നമ്മൾ നോഡുലോസ് റൂട്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ നോഡുലോസ് റൂട്ട് എന്ന് പറയും. അത് കാണുന്ന കുർക്കുമ അമാൻഡ എന്ന് പറയുന്ന മാങ്ങായിഞ്ചിയാണ് കേട്ടോ. മാംഗോ ജിഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ നാട്ടിൻപുറത്തൊക്കെ സാധാരണ പറമ്പിലൊക്കെ വളരുന്ന ഒരു സാധനമാണ് ഈ മാങ്ങാഞ്ചി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് അഡ്വാൻറ്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ. ഫെസിക്കുലേറ്റഡ് റൂട്ട്, ട്യൂബറസ്, ബീഡഡ് അല്ലെങ്കിൽ മൊണിലിഫോം, നോഡുലോസ് റൂട്ട്. ഫെസിക്കുലേറ്റഡ് റൂട്ട് ആസ്പെരാഗസിലും ഡാലിയയിലും ഒക്കെ കാണുന്നതാണ്. അതിന്റെ ഷേപ്പ് ഇതേപോലെയാണ്. ട്യൂബറസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഷേപ്പ്ലെസ് ആണ്, അത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ബീഡഡ് അല്ലെങ്കിൽ മൊണിലിഫോം റൂട്ട് എന്ന് പറയുന്നത് മൊമോഡിക്കയിൽ കാണുന്നതാണ്, ബീഡ് പോലെയാണ് ഇരിക്കുക. നോഡുലോസ് റൂട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു റൂട്ടിന്റെ നാരോ ആയിട്ടുള്ള റൂട്ടിന്റെ അറ്റത്ത് ഒരു മണി പോലെ ഉണ്ടായിരിക്കുന്നതാണ് നോഡുലോസ് റൂട്ട് എന്ന് പറയുന്നത്. കുർക്കുമ അമാൻഡ അല്ലെങ്കിൽ മാംഗോ ജിഞ്ചറിലാണ് ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണാം. ഇനി സപ്പോർട്ട് ഫോർ ദാറ്റ് ദ റൂട്ട് ഹാസ് ബീൻ മോഡിഫൈഡ്. റൂട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നത് പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലൈംബിംഗ് റൂട്ട്, ബട്രസ് റൂട്ട്, ഇങ്ങനെ 4 മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുണ്ട് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. പ്രോപ്പ് റൂട്ട് സാധാരണ ബനിയൻ ട്രീയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണം. സ്റ്റിൽറ്റ് റൂട്ട് മെയ്സിൽ കാണുന്നതാണ്. ഇതിനകത്ത് ബീഡഡും നോഡുലോസും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷെ മറ്റു 2 കൊടുത്തിട്ടുണ്ട്, പഠിച്ചിരുന്നോളണം കേട്ടോ. പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയ്സിലും ഷുഗർ കെയിനിലും ഒക്കെ ലോവർ നോഡിൽ നിന്ന് ഉണ്ടാകുന്ന റൂട്ടിനെ അഡീഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റിൽറ്റ് റൂട്ട്. ലോവർ നോഡിൽ നിന്ന് മെയ്സിലും ഷുഗർ കെയിനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയാം. ക്ലൈംബിംഗ് റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ മണി പ്ലാന്റ് ഒക്കെ ഇല്ലേ, മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പട്ടിപ്പിടിച്ച് വളരുന്ന പ്ലാന്റ് റൂട്ട് ഉണ്ടല്ലോ, അതിനെ ക്ലൈംബിംഗ് റൂട്ട് എന്ന് പറയുന്നത്. പൊത്തോസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ് ആണ് കേട്ടോ. പൊത്തോസ് എന്ന് പറയുന്ന മണി പ്ലാന്റ് ആണ് ക്ലൈംബിംഗ് റൂട്ട്. അതേപോലെ ബട്രസ് റൂട്ട് എന്ന് പറഞ്ഞാല് ഇങ്ങനെ പലക പോലെ റൂട്ട് വളരുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലവ് പോലത്തെ മരങ്ങൾ, വലിയ മരം, അതിന്റെ വേരിൽ പോയി നമ്മൾ ഇരിക്കാറുണ്ട്. നമുക്ക് സുഖമായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ നല്ല വീതിയുള്ള വേരുണ്ടാവും. അത് പറഞ്ഞാൽ ഒരു പലക പോലെ ആയിരിക്കും അതിന്റെ ആ വേര് ഇങ്ങനെ മേലേക്ക് പൊന്തി വളർന്നിട്ടുള്ളത്. ആ തരത്തിലുള്ള റൂട്ട് പ്ലാങ്ക് എന്ന് പറയാം, പ്ലാങ്ക് ലൈക്ക് റൂട്ട്. അതിന് നമ്മൾ ബട്രസ് റൂട്ട് എന്ന് പറയാം. ബൊംബാക്സ് ഇലവിലൊക്കെ കാണുന്നതാണ് കേട്ടോ. ബൊംബാക്സ് എന്ന് പറയുന്ന ട്രീയിൽ അതിന്റെ റൂട്ട് അത് അഡീഷണൽ സപ്പോർട്ടിന് തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. പ്ലാങ്ക് പോലത്തെ റൂട്ടാണ് ബട്രസ് റൂട്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പ്ലാങ്ക് ലൈക്ക് റൂട്ട്, അതായത് പലക പോലത്തെ. നമുക്ക് അതിനകത്ത് കയറി ഇരിക്കുകയൊക്കെ ചെയ്യാം. പ്ലാങ്ക് പോലത്തെ റൂട്ടാണ് ബട്രസ് റൂട്ട് എന്ന് പറയുന്നത്. ബൊംബാക്സിൽ കാണുന്നത്, ഇലവിൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലൈംബിംഗ് റൂട്ട് ആൻഡ് ബട്രസ് റൂട്ട്. പ്രോപ്പ് റൂട്ട് ബനിയൻ ട്രീയിലും സ്റ്റിൽറ്റ് റൂട്ട് മെയ്സിലും. ഇത് രണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ക്ലൈംബിംഗ് റൂട്ട് പൊത്തോസിൽ, അതായത് മണി പ്ലാന്റിൽ കാണുന്നതാണ്. ബട്രസ് റൂട്ട് പ്ലാങ്ക് പോലത്തെ പലക പോലത്തെ റൂട്ടാണ്. ബൊംബാക്സിൽ അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇത് രണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്തതാണ് കേട്ടോ. ഇനി റൂട്ട് വേറെ പല ഫങ്ഷൻസും ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കിംഗ് റൂട്ട്. ഹോസ്റ്റോറിയ എന്ന് പറയുന്നത് എന്താണ്? സക്കിംഗ് റൂട്ടാണ് കേട്ടോ. അതായത് പാരസൈറ്റ് ആയിട്ട് വളരാൻ പാകത്തിനുള്ള റൂട്ട്. അതായത് ഇപ്പൊ സൈലത്തിൽ നിന്നും ഫ്ലോയത്തിൽ നിന്നും ഒക്കെ സക്ക് ചെയ്ത് വാട്ടറും അതുപോലെ തന്നെ ഓർഗാനിക് ഫുഡൊക്കെ റിസീവ് ചെയ്യത്തക്ക രീതിയിലുള്ള, അത് സക്ക് ചെയ്തെടുക്കത്തക്ക രീതിയിലുള്ള റൂട്ടിനെയാണ് സക്കിംഗ് റൂട്ട് എന്ന് പറയുന്നത്. സാധാരണ പാരസൈറ്റിക് പ്ലാന്റിലാണ് കാണാം. അപ്പോൾ സക്കിംഗ് റൂട്ട് ഉണ്ട്. പിന്നെ ഹൈഗ്രോസ്കോപ്പിക് റൂട്ട് ഉണ്ട്. ഹൈഗ്രോസ്കോപ്പിക് റൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കൊടുത്തിട്ടൊന്നുമില്ല ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷെ അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഹൈഗ്രോസ്കോപ്പിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഓർക്കിഡിലും വാൻഡയിലും ഒക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞുതരാം.
പറഞ്ഞുതരാം എന്താന്ന്. അതേപോലെ തന്നെ റൂട്ട് തോൺസ്, ചിലതിൽ റൂട്ട് തോണായിട്ട്, അതായത് മുള്ള് പോലെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഈ മണി പ്ലാന്റിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും വന്ന് തിന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് തോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫോളിയാർ റൂട്ട്, അതായത് ലീഫും റൂട്ട് ഉണ്ടാകുന്ന, ബ്രയോഫില്ലത്തിലും കലാഞ്ചോയിലും ഒക്കെ നമ്മൾ ഈ ലീഫിന്റെ നോച്ചസിൽ നിന്ന് റൂട്ട് അറൈസ് ചെയ്യുന്നതാണ്. അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് സ്പെഷ്യൽ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള റൂട്ട് മോഡിഫിക്കേഷൻ. നമുക്ക് ആദ്യം മുതൽ നോക്കാം. അസിമിലേറ്ററി റൂട്ട് എന്ന് പറയുന്നത് ചില പ്ലാന്റ്സിന്റെ റൂട്ട് ഗ്രീൻ കളർ ആയിരിക്കും. ഈ ഗ്രീൻ കളർ റൂട്ടിൽ ക്ലോറോപ്ലാസ്റ്റും ക്ലോറോഫിൽ കണ്ടന്റും ഒക്കെ ഉണ്ടാവും, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയും. അസിമിലേഷൻ ഓഫ് ഫുഡ് പ്രിപ്പറേഷൻ അതാണ് കേട്ടോ. അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള റൂട്ട്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള റൂട്ട്, അത് ടീനിയോഫില്ലം ഗ്രൂപ്പിലാണ് കാണുന്നത്. ടിനോസ്പോറ, ട്രാപ്പ എന്നീ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ പറയുന്ന അസിമിലേറ്ററി റൂട്ട് കാണുന്നത്. അപ്പൊ അസിമിലേറ്ററി റൂട്ട് കാണുന്ന ടീനിയോഫില്ലം ഗ്രൂപ്പ്, ടിനോസ്പോറ, ട്രാപ്പ എന്നീ ഗ്രൂപ്പ് പ്ലാന്റ്സിലാണ് നമുക്ക് കാണാൻ കഴിയുക. ടിനോസ്പോറ, ട്രാപ്പ ഞാൻ എഴുതിയിട്ടില്ല. ടീനിയോഫില്ലത്തിൽ വരുന്ന ടിനോസ്പോറ, ട്രാപ്പ എന്നീ പ്ലാന്റ്സിലാണ്. ഇത് എല്ലാം കൂടെ എഴുതിയിട്ട് നിങ്ങൾക്ക് കൺജസ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ ക്യാമറ നോക്കിയിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്ന പോലെ തോന്നി, അതാണ് ഞാൻ അങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി ഹോസ്റ്റോറിയ അല്ലെങ്കിൽ സക്കിംഗ് റൂട്ട്. സക്കിംഗ് റൂട്ട് അല്ലെങ്കിൽ ഹോസ്റ്റോറിയ കാണുന്ന പാരസൈറ്റിക് പ്ലാന്റില. പ്ലാന്റ്സ് പാരസൈറ്റ് ആയിട്ട് റൂട്ടിലും സ്റ്റെമ്മിലും കാണാറുണ്ട്. റൂട്ടിൽ കാണുന്ന പാരസൈറ്റിനെ റൂട്ട് പാരസൈറ്റ് എന്നും സ്റ്റെമ്മിൽ കാണുന്ന പാരസൈറ്റിനെ സ്റ്റെം പാരസൈറ്റ് എന്നുമാണ് നമ്മൾ പറയാം. റൂട്ട് പാരസൈറ്റ്സും സ്റ്റെം പാരസൈറ്റും കംപ്ലീറ്റ് ആയിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഇൻകംപ്ലീറ്റ് ആയിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടറിനും മിനറൽസിനും ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിനും എല്ലാത്തിനും വേറൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ റൂട്ടിൽ കാണുന്ന അതേപോലത്തെ പാരസൈറ്റ്, കംപ്ലീറ്റ് പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് റഫ്ലേഷ്യ. നമുക്കറിയാലോ ഏറ്റവും വലിയ പൂ ഉണ്ടാക്കുന്ന പ്ലാന്റ് ആണ് റഫ്ലേഷ്യ എന്ന് പറയുന്നത്. ഇതിന് പൂ മാത്രമേ ഉള്ളൂ, അതിന് പിന്നെ സക്കിംഗ് റൂട്ടും മാത്രമേ ഉള്ളൂ. അത് വേറൊരു പ്ലാന്റിന്റെ റൂട്ടിലേക്ക്, അതിന്റെ സൈലത്തിലേക്കും ഫ്ലോയത്തിലേക്കും പെനട്രേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതിന് ലീഫും ഇല്ല, അതേപോലെ തന്നെ അതിന് സ്വന്തമായിട്ട് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന റൂട്ടും ഇല്ല. അതിന് ഈ സക്കിംഗ് റൂട്ട്, അഡ്വാൻറ്റേഷ്യസ് റൂട്ട് ആയിട്ടുള്ള സക്കിംഗ് റൂട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് പാരസൈറ്റ് ആണ്. ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റും വേണം അവർക്ക് ഹോസ്റ്റ് ചെയ്ത്, അതേപോലെ വാട്ടറും മിനറൽസും വേണം. അതേപോലെ ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് സണ്ടാലം. അതിന് ഇലകളുണ്ട്, പക്ഷെ അതിന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന റൂട്ടും അതേപോലെ അതിന്റെ ബ്രാഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വാട്ടറിനും മിനറൽസിനും വേണ്ടിയിട്ട് അത് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈ സണ്ടാലം. സണ്ടാലം എന്ന് പറഞ്ഞാൽ ഈ ചന്ദന ചെടി ഒക്കെ ഉണ്ടല്ലോ, അത് ചന്ദനത്തിന്റെ ഒരു വകുപ്പാണ് കേട്ടോ. ചന്ദനത്തിന്റെ ഒരു ഗ്രൂപ്പ് സണ്ടാലം ആയിട്ടാണ്, റൂട്ട് പാരസൈറ്റ് ആയിട്ടാണ് വളരുന്നത്. അപ്പൊ റൂട്ട് പാരസൈറ്റ് രണ്ട് തരത്തില്, കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റ്. കംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് റഫ്ലേഷ്യ. ലീഫും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിന് വേണ്ടിയിട്ടും ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സണ്ടാലം ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റ് ആണ്, അതിന് ലീഫ് ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിസ് ചെയ്തോളും, പക്ഷെ വാട്ടറും മിനറൽസും അത് ഹോസ്റ്റിൽ നിന്ന് ഊറ്റിയെടുക്കും. ദെൻ സ്റ്റെം പാരസൈറ്റും കംപ്ലീറ്റും ഇൻകംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് ഉണ്ട്. കംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ട. നമ്മൾ കണ്ടിട്ടില്ലേ വലിയ വലിയ മരത്തിന്റെ മുകളിൽ കൂടെ ഒരുതരം യെല്ലോ ഷെയ്ഡില് ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ഒരുപാട് പടർന്ന് പിടിച്ച് കിടക്കുന്ന, അതാണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അതിന് റൂട്ടും ഇല്ല, ലീഫും ഇല്ല, എല്ലാത്തിനും അത് ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് ആണ്, സ്റ്റെമ്മിലാണ്, റൂട്ടിലല്ല കേട്ടോ. അതേപോലെ ഇൻകംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് വിസ്കം, ലൊറാന്തസ്. ഇതൊക്കെ വിസ്കം, ലൊറാന്തസ് എന്നീ പ്ലാന്റ്സിന് ലീഫ് ഉണ്ട്, പക്ഷെ അവർക്ക് റൂട്ട്, മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന റൂട്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വാട്ടറിനും മിനറൽസിനും വേണ്ടിയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? ഈ സ്റ്റെമ്മിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഹിയർ ഹോസ്റ്റോറിയ അല്ലെങ്കിൽ സക്കിംഗ് റൂട്ട് പാരസൈറ്റിക് പ്ലാന്റിലേക്കാണ്. പാരസൈറ്റിക് പ്ലാന്റ് റൂട്ടിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന പാരസൈറ്റ് ഉണ്ട്, സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന പാരസൈറ്റ് ഉണ്ട്. റൂട്ടിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന പാരസൈറ്റിനെ റൂട്ട് പാരസൈറ്റ് എന്നും സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന സ്റ്റെം പാരസൈറ്റ് എന്നുമാണ് പറയുന്നത്. റൂട്ടിനെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കംപ്ലീറ്റ് പാരസൈറ്റും ഇൻകംപ്ലീറ്റ് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവുള്ളത് ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റുമാണ്. റഫ്ലേഷ്യ ഒരു കംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് സണ്ടാലം എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റെം പാരസൈറ്റ്, കംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് കസ്ക്യൂട്ട, അതിന് ലീഫും അതുപോലെ തന്നെ റൂട്ടും, മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന റൂട്ടും ഇല്ല. ഇൻകംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റിന് എക്സാമ്പിൾ വിസ്കം ആൻഡ് ലൊറാന്തസ്. അവർക്ക് ലീഫ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വാട്ടറിനും മിനറൽസിനും വേണ്ടിയിട്ട് ഹോസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഹോസ്റ്റോറിയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റൂട്ട്, അഡ്വന്റേഷ്യസ് റൂട്ട്. നെക്സ്റ്റ് വൺ ഹൈഗ്രോസ്കോപ്പിക് റൂട്ട്. ഹൈഗ്രോസ്കോപ്പിക് റൂട്ട് ഓർക്കിഡിലും വാൻഡയിലും കാണുന്നതാ.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർക്കിഡ് വാൻഡ, വൈൽഡ് ഓർക്കിഡ് വാൻഡാസ് ഒക്കെ കാണുന്നത് വേറെ ട്രീയിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് വളരുക. പക്ഷെ അതൊരു പാരസൈറ്റ് അല്ല. അവർക്ക് രണ്ട് തരത്തിലുള്ള റൂട്ട് ഉണ്ട്. ഈ ഓർക്കിഡിനും വാൻഡയ്ക്കും ഒക്കെ രണ്ട് തരത്തിലുള്ള റൂട്ട് ഉണ്ട് കേട്ടോ. അതായത് ഓർക്കിഡിൽ നമുക്ക് ക്ലിങ്ങിങ് റൂട്ടും ഓർക്കിഡിലും വാൻഡയിലും അവർക്ക് വെലാമൻ എന്ന് പറയുന്ന ഒരു റൂട്ടും ഉണ്ട്, അതേപോലെ തന്നെ ക്ലിങ്ങിങ് റൂട്ടും ഉണ്ട്. ഈ വെലാമൻ എന്ന് പറയുന്ന റൂട്ടാണ് ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ളത്. വെലാമൻ എന്ന് പറയുന്ന റൂട്ടാണ് എന്തായിട്ടുള്ളത്? ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ളത്. ഇവർക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിങ്ങനെ കുറച്ച് ഫ്ലഷി ആയിട്ട് സ്പോഞ്ചി പോലെ തൂങ്ങി കിടക്കുന്നതാണ്. ഇത് അന്തരീക്ഷത്തിലെ മോയിസ്ചർ കണ്ടന്റും അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിളിനെയും ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് ഈ വെലാമൻ റൂട്ടിനുണ്ട്. ഈ വെലാമൻ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന മോയിസ്ചർ കണ്ടന്റും ഡസ്റ്റ് പാർട്ടിക്കിൾസുമാണ് അവരുടെ വാട്ടറിന്റെയും മിനറൽസിന്റെയും സോഴ്സ് എന്ന് പറയുന്നത്. ഈ ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറയുന്നത് ആ പ്ലാന്റിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന റൂട്ട്. ആ പ്ലാന്റിലേക്ക് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. അതായത് അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടല്ലോ, ഇപ്പൊ മാംഗോ ട്രീയിലൊക്കെ വളരുന്നെങ്കിൽ അതിന്റെ ട്രങ്കിൽ ഇങ്ങനെ പടർന്ന് കാണുന്നത്, അതായത് നമുക്ക് പറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. അതായത് ചുമ്മാ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനത്തെ റൂട്ടിനെ നമ്മൾ ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഗ്രോസ്കോപ്പിക് പ്ലാന്റ്സ് ആയിട്ടുള്ള വാൻഡ, ഓർക്കിഡ്, ഇതിനകത്തൊക്കെ രണ്ട് തരത്തിലുള്ള റൂട്ട് ഉണ്ട്. ഒന്ന് അതിന്റെ വാട്ടറിന്റെ മിനറൽസിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ളതും ഒന്ന് അത് പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഒരു തരത്തിലും ഹാംഫുൾ എഫക്റ്റ് ആ ട്രീക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു പാരസൈറ്റിക് പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. അവർക്ക് വളരാൻ വേണ്ടിയിട്ട് തണലുള്ള ഒരിടം വേണം, അത്രയേ ഉള്ളൂ. അവർക്ക് ഷെയ്ഡി ഏരിയ വേണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന തരത്തിലുള്ള റൂട്ട് ഇല്ല. അവർക്ക് ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്ന റൂട്ടേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഗ്രിപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലം, അതുപോലെ ഷെയ്ഡി ആയിട്ടുള്ള ഒരു ഏരിയയാണ് വേറെ ട്രീ ട്രങ്ക്സിൽ വളരാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ലിങ്ങിങ് റൂട്ട് കൊണ്ട് അതവിടെ പറ്റി പിടിച്ചിരിക്കും. വെലാമൻ എന്ന് പറയുന്ന സ്പോഞ്ച് പോലത്തെ റൂട്ട് അതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. ഈ വെലാമൻ റൂട്ടാണ് ഹൈഗ്രോസ്കോപ്പിക് ആയോ. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത് എന്താ? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത്. അപ്പൊ ഈ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള വെലാമൻ റൂട്ട് ഈ അന്തരീക്ഷത്തിലെ മോയിസ്ചർ കണ്ടന്റും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ അബ്സോർബ് ചെയ്യും. അതാണ് അവരുടെ വാട്ടറിന്റെയും മിനറൽസിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹൈഗ്രോസ്കോപ്പിക് റൂട്ടും ഒരു അഡ്വാൻറ്റേഷ്യസ് റൂട്ടാണ്. ദെൻ റൂട്ട് ഹോൺസ് മണി പ്ലാന്റിൽ കാണുന്നതാണ് കേട്ടോ. മണി പ്ലാന്റിൽ കാണുന്ന റൂട്ട് ഹോൺസ് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ള പൊത്തോസ് പ്ലാന്റ് അല്ലെങ്കിൽ മണി പ്ലാന്റ്. നമ്മൾ ക്ലൈംബിംഗ് റൂട്ട് പറഞ്ഞില്ലേ, അതിന്റെ ഒപ്പം തന്നെ അവരുടെ റൂട്ട് മോഡിഫൈ ചെയ്തിട്ട് മുള്ളു പോലെ ആയിട്ടുണ്ട്. അത് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് മോഡിഫൈഡ്, റൂട്ട് ഈസ് മോഡിഫൈഡ് ആസ് തോൺ, ദാറ്റ് ഈസ് ഇൻ pothos or in the money plant. The next one is foliar root. Foliar root എന്ന് പറഞ്ഞാൽ ലീഫിലെ റൂട്ട് കാണുന്നതിനെയാണ് foliar root എന്ന് പറയുന്നത്. അത് സാധാരണ ബ്രയോഫില്ലം, കലാഞ്ചോ എന്നീ തരത്തിലുള്ള പ്ലാന്റുകളിൽ കാണുന്നതാണ് foliar root. Foliar root അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോളിയാർ റൂട്ട് കേട്ടോ. ലീഫിന്റെ നോച്ചസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഇതൊരു ലീഫ്, ഇതിന്റെ ഒരു ലീഫ് ആണെന്നിരിക്കട്ടെ. ഈ ലീഫിന്റെ നോച്ചസിൽ നിന്ന് ഇങ്ങനെ റൂട്ട് വന്നേക്കണാണ്. അപ്പൊ ഈ ഇലയുടെ ഒരു പീസ് താഴെ വീണാലും അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മുളച്ചു വന്നോളും. അതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫോളിയാർ റൂട്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് സ്പെഷ്യൽ ഫങ്ഷൻസ് ഫോർ ദാറ്റ് ദ അഡ്വന്റേഷ്യസ് റൂട്ട് ഹാവ് ബീൻ മോഡിഫൈഡ്. അപ്പൊ അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ സ്പെഷ്യൽ ഫങ്ഷൻസിൽ നമുക്ക് 5 പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹൈഗ്രോസ്കോപ്പിക് റൂട്ടാണ് കേട്ടോ. അത് ഇപ്പോഴും അടുത്ത വർഷങ്ങളിലൊന്നും ചോദിച്ചേക്കുന്നതുമല്ല. ഒരു പക്ഷേ നമുക്ക് ഈ വർഷത്തെ എക്സാമും വളരെ ഈസി ആയിരിക്കും. കാരണം ഈ വർഷം പ്രോപ്പറായിട്ട് ക്ലാസ്സസ് ഒന്നും നടക്കാത്തതുകൊണ്ട് എക്സാം ഈസി ആവാനാണ് സാധ്യത. അപ്പൊ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ ടീച്ചർ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇതിനകത്ത് ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഏതൊക്കെയാണ് ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അത്രയെങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ നോട്ട് വെക്കാൻ നിങ്ങളെങ്ങാനും റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാനെങ്ങാനും താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പിന്നീടാണെങ്കിലും യൂസ്ഫുൾ ആവും. കാരണം ഇതൊക്കെ